അവയെ പ്രമാണിച്ച് നടപ്പീൻ. അതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളെ ഒക്കെയും കേട്ടിട്ട് ശ്രേഷ്ഠ ജാതി, ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്നതായ ശ്രേഷ്ഠ ജാതി എന്തുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി എവിടെയുണ്ടു? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് വാസ്തവത്തിൽ നമ്മളെ വ്യത്യസ്തതയുള്ള ശ്രേഷ്ഠ ജാതിയാക്കിയിരിക്കുന്നത്. നമുക്ക് പക്ഷേ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു ബേർഡനായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് അനുസരിക്കേണ്ടതിന് വിശുദ്ധിയുടെ ഒരു ന്യായപ്രമാണം ദൈവം നൽകിയിരിക്കുന്നു. അതാണ് നമ്മളെ ശ്രേഷ്ഠ ജാതിയാക്കിയിരിക്കുന്നത്. ആ ശ്രേഷ്ഠ ജാതി അവിടെ പിന്നീടാണെങ്കിലും ഇത് നമുക്ക് വേണ്ടി എന്തുകൊണ്ടാണ് തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് ജീവനാകേണ്ടതിന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ: ആകയാൽ ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവം എന്തിനാണ് നമുക്ക് ന്യായപ്രമാണം തന്നിരിക്കുന്നത്? എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നന്മയ്ക്കായിട്ട്. അതായത് ഈ ന്യായപ്രമാണം അനുസരിക്കുന്നത് നമുക്ക് ജീവനായി തീരുകയാണ്. അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ല വാസ്തവത്തിൽ ദൈവം ഈ ന്യായപ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത്. ജെറമ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും, ജെറമ്യ ചാപ്റ്റർ 7 അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇതേപോലെ തന്നെ ന്യായപ്രമാണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്: എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്. ന്യായപ്രമാണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതായത് ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകൾ നമുക്ക് ചുറ്റും നമ്മൾ കുഴിച്ചിട്ടിട്ട് ആ ഉടമ്പടിയുടെ കടലാസിൽ അനുസരണത്തിൻ്റെ കയ്യൊപ്പ് പതിച്ചാൽ, ന്യായപ്രമാണം വെറുതെ കുഴിച്ചിടുക എന്നുള്ളതല്ല, ന്യായപ്രമാണത്തിൻ്റെ അനുസരണം. ന്യായപ്രമാണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് 10 commandments. കർത്താവിൻ്റെ കൽപ്പനകളുടെ അനുസരണമാണ് നമുക്ക് ചുറ്റുമുള്ള വേലിക്കല്ല്, അല്ലെങ്കിൽ വേലി എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലിൽ അനുസരണത്തിൻ്റെ കമ്പി വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലിൽ അനുസരണത്തിൻ്റെ കമ്പി വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇതിനെ ഭേദിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. എപ്പോഴാണ് ശത്രു നമ്മുടെ ജീവിതത്തിൽ ആക്രമണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സമയത്ത് മാത്രമേ ഉള്ളൂ. എപ്പോഴൊക്കെ നാം അനുസരണത്തിൻ്റെ കമ്പി പൊട്ടിച്ചു കളയുന്നോ, എപ്പോഴൊക്കെ നാം ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകളെ പിഴുതു മാറ്റുന്നോ, അപ്പോൾ ശത്രുവിന് നമ്മുടെ ഇടയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അനുവാദം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഉടമ്പടി ദൈവം തരുന്നതാണ്, നാം അനുസരിക്കുകയാണ്. വിശുദ്ധിയുടെ അനുസരണം അത്യന്താപേക്ഷിതമായി. ഈ വേലിക്കല്ലിലെ ഒരെണ്ണം പോയാൽ മതി. അതാണ് ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ വിശുദ്ധിയുടെ ഒരു കമ്പി വേലിയും പൊട്ടിച്ച് കളയാൻ പാടില്ല. അനുസരണത്തിൻ്റെ ഒരു കല്ലും നമ്മൾ പിഴുതു കളയാനായിട്ട് പാടില്ല. ഒന്ന് പൊട്ടിയാൽ എല്ലാം പൊട്ടി, ഒരെണ്ണം പൊട്ടിയാൽ എല്ലാം പൊട്ടി. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലായല്ലോ. നമുക്ക് ഒരു നല്ല 100 കണ്ണികളുള്ള ഒരു ചങ്ങല ഉണ്ടെങ്കിൽ, ഈ ചങ്ങല എത്ര ശക്തമാണെങ്കിലും അതിൻ്റെ ഒരു കണ്ണി അകന്നിരിക്കുകയാണെങ്കിൽ ബാക്കി 99 എണ്ണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കണ്ണി അകന്നിരുന്നാൽ മതി. ഇതുപോലെ തന്നെ ദൈവവിശുദ്ധിയുടെ ആ വേലി കെട്ടിനകത്ത് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ശത്രുവിന് അതിലെ കൂടെ കടന്നു കയറാനായിട്ട് യാതൊരു ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. എന്നാൽ അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും ശത്രുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. ഒരിക്കലും. എഫേസ്യ ലേഖനത്തിൽ നമ്മളൊരു വായിക്കുന്നൊരു വാക്യമുണ്ട്: ഡു നോട്ട് ഗിവ് സൈറ്റൻ ഹിസ് ഓപ്പർച്യൂണിറ്റി. പിശാചിന് ഇടം കൊടുക്കരുതെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പിശാചിന് അവൻ്റെ ഇടം കൊടുക്കരുതെന്ന്. ഒരു ചെറിയ സ്പേസ് മതി. ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ പിശാച് നമ്മളെ ഓടിച്ചു കളയും എന്നുള്ളതിന് സംശയമില്ല. ഒരു പഴയ ഒരു സ്റ്റോറി ഉണ്ട്. ഒരിക്കലും ഒരാളിങ്ങനെ വീട് വാങ്ങിക്കാനായിട്ട് ആലോചിച്ച് നടക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് നടക്കുന്ന കൂട്ടത്തിൽ അവനൊരു നല്ലൊരു വീട് കണ്ടുപിടിച്ചു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഒരു നല്ല വീടാണ്, ഫോർ സെയിൽ അടിച്ചിട്ടിരിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? അകത്ത് ചെന്നിട്ട് ചോദിച്ചു, ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് വിൽക്കാനാണോ? അതെ. അവൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 50 ലക്ഷം രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു വീടാണ്. എന്നെ ചോദിച്ചു, എത്രയാണ് വില? എന്നെ പറഞ്ഞു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? അഡ്വാൻസിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, എന്താ വിലയെന്നാണ് ചോദിച്ചത്. എന്നെ പറഞ്ഞു, വിലയുടെ കാര്യമാണ് ഞാനും പറഞ്ഞത്, 10 lakhs. എന്നെ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു, എത്ര അഡ്വാൻസ് വേണ്ടേ? അഡ്വാൻസ് ഒന്നും വേണ്ട, നിങ്ങൾ പണം തന്നാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വീട് എഴുതിത്തരാം. എന്നെ പറഞ്ഞു, എന്നാൽ ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. കാര്യം 50 ലക്ഷം രൂപയുടെ വീട് എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു? 10 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇവൻ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു ചെറിയ ഒരു
ഒരു ഡിമാൻഡുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിൻ്റെ ഡ്രോയിങ് റൂമിൽ ഞാനൊരു ആണി അടിക്കും, ആ ആണിയേൽ തൊട്ട് പോയേക്കരുത്, ആ ആണി എൻ്റെ വകയാണ്. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എടാ 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിനകത്ത് ഒരാണി അയാളുടെ വകയാണെന്ന്, എന്ത് കൊടുക്കാനാ ആണി? ശരി, അത് പ്രശ്നമില്ല. 50 ലക്ഷത്തിൻ്റെ വീട് ഇപ്പോൾ എത്രത്തിന് കിട്ടിയിരിക്കുകയാണ്? 10 ലക്ഷത്തിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വളരെ സന്തോഷമായിട്ട് വീട് താമസമൊക്കെ തുടങ്ങി. പഴയ ഓണർ മാറി, ഇയാൾ വീട്ടിലൊക്കെ ഇങ്ങനെ താമസ കൂട്ടത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണർ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു എന്നോട് കാര്യങ്ങളൊക്കെ. വളരെ സന്തോഷം, ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിയാണ്. പിന്നെ എൻ്റെ ആണി അവിടെ ഉണ്ടല്ലോ? അവിടെ ഉണ്ട്, ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ല. വെരി ഗുഡ്, ആണി തൊട്ടല്ലോ, ഞാനത് പറഞ്ഞതാണല്ലോ, ഈ ആണി എൻ്റെ വകയാണ്. ആണെന്നേ, നിങ്ങളുടെയാണ്, അതിനൊരു പ്രശ്നമില്ല. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അയാൾ ആ ആണിയിൽ ഒരു ചത്ത എലിയെ കെട്ടി തൂക്കിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ആണി എൻ്റെ വകയാണ്, തൊട്ട് പോയേക്കരുത്. അല്ല, ഇതിവിടെ കിടന്ന നാറുകയല്ലേ? അത് നാറുമായിരിക്കും, പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ആണിയിൽ തൊടാൻ പാടില്ല, കാര്യം ആണി ആരുടെ വകയാണ്? എൻ്റെ വകയാണ്. ഇവരാകെപ്പാടെ വിഷമിച്ചു, അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ബാഡ് സ്മെല്ലാണ്, ഫൗൾ സ്മെല്ലാണ്. പക്ഷേ എന്തോ പറയാനാ, അതവിടെ കിടന്ന് ഒരാഴ്ച ചീഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും ഉടമസ്ഥൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല, ഇതിനൊന്ന് കൊണ്ടുപോകാം. അതിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എന്നിട്ട് അയാൾ അത് അഴിച്ചെടുത്തു. എന്നിട്ട് ചത്ത പാമ്പിനെ അവിടെ കെട്ടി തൂക്കിയിട്ടു. ഈ പിന്നെ പാമ്പിനെ കെട്ടി തൂക്കിയിടുന്നോ? ആണി എൻ്റെ അല്ലേ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഈ പാമ്പ് അവിടെ കിടന്ന് ചീഞ്ഞു കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച വീണ്ടും ഇയാൾ വന്നു, ഇതിനെ കൊണ്ടുപോകാമോ ഒന്ന്? അതിനെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. പക്ഷേ അയാൾ ഒരു മൂർഖൻ പാമ്പിനെ അവിടെ അതുപോലെ തന്നെ കെട്ടിയിട്ടു. പ്രശ്നം എന്താണ്? എപ്പോഴാണ് ഇത് അഴിഞ്ഞ് താഴെ വീഴുന്നതെന്ന് അറിയാൻ വയ്യാതെ അവർ വിഷമിക്കുകയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി കോൺട്രാക്റ്റിനകത്ത് എന്ത് കൊടുത്തു? ഒരു ആണി കൊടുത്തു, ഒരു ചെറിയ സ്പേസാണ്. ഏറ്റവും ഒടുവിൽ ഇവർക്ക് ഒരു പൈസ പോലും വാങ്ങിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. കാര്യം എങ്ങനെ ജീവിക്കും അവിടെ? എങ്ങനെ താമസിക്കാൻ പറ്റും? ഇതുപോലെയാണ് പിശാചിന് കൊടുക്കുന്ന ചില്ലറ കാര്യങ്ങൾ. ഒരു ചെറിയ വിള്ളൽ മതി അവന് പണിയെടുക്കാൻ, അത്രയും മതി. ഹീ നീഡ്സ് ഓൺലി സ്മോൾ തിങ്സ്. ചെറിയ കാര്യം മതി. അവൻ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നതാണ് അവൻ്റെ ഇടപെടലുകൾ. അതുകൊണ്ട് നിയമത്തിൻ്റെ വേലിക്കെട്ടുകൾ കൊണ്ട്, നിയമത്തിൻ്റെ വേലിക്കല്ലുകളിൽ അനുസരണത്തിൻ്റെ കമ്പി കെട്ടി പിശാചിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം ഒരു ഇടം പോലും കൊടുക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇവിടെ യോവേൽ പ്രവാചകൻ പറയുന്നൊരു കാര്യമാണ്, ഉണരുക. നിങ്ങൾ ഉണർന്നിട്ട് വെറുതെ ഉണരുക മാത്രമല്ല, ഉണർന്ന് നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് കാണേണ്ടത്? ഒന്ന്, കഴിഞ്ഞ ദുരന്തങ്ങളെ നിങ്ങൾ കാണണം. പക്ഷെ കഴിഞ്ഞ ദുരന്തങ്ങളെ മാത്രം കണ്ടാൽ പോരാ, വരാൻ പോകുന്ന ദുരന്തത്തെയും കുറിച്ച് നിങ്ങൾ കാണണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുത്തിയെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ ആ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ഡിസാസ്റ്ററിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താനായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ തന്നെ യോവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ അതിഭയങ്കരമായ കാർഷിക നഷ്ടം, തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴവും തിന്നുകളഞ്ഞതായ, ദേശത്തെ നക്കിത്തുടച്ചതായ ആ ഒരു സ്റ്റേജ് വരാൻ പോകുന്ന ദുരന്തവുമായിട്ട് നോക്കിയാൽ ഒന്നുമല്ല. കാരണം വരാൻ പോകുന്ന ദുരന്തം ഇതുപോലെ ഉള്ളിൽ നിന്നുള്ളതല്ല. എന്താണ്? പുറത്തു നിന്നാണ്. വലിയതും സംഖ്യ ഇല്ലാത്തതുമായ ശക്തിയുള്ളതായ ഒരു വലിയ രാജ്യം നിങ്ങൾക്കെതിരെ വരാൻ പോകുകയാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് വളരെ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പല്ല്, സിംഹത്തിൻ്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, അതെൻ്റെ മുന്തിരിത്തോട്ടത്തെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഇടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു, അതിൻ്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. നോക്കുക, എല്ലാം നശിപ്പിക്കുന്നതായ, ആകമാനമായ സർവനാശം വിതയ്ക്കുന്നതായ ഒരു വലിയ സൈന്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് യോവേൽ പ്രവാചകൻ പ്രവചിക്കുന്നത്. അത് വന്നില്ല. അപ്പോൾ ആദ്യത്തേത് സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ അടുത്തത് വരുന്നു. ഇതിനിടയ്ക്ക് ദൈവം വീണ്ടും പ്രവാചകനെ വിടുകയാണ്. ഇപ്പോഴെങ്കിലും നീ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കണം. ഡേവിഡ് വിൽക്കേഴ്സൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ ചർച്ചിലെ പാസ്റ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് ഒത്തിരി ഞാൻ 1980s ഓൺവേർഡ്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ശരിക്കും പറഞ്ഞൊരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരു 2000 പ്രസംഗമെങ്കിലും എൻ്റെ ചിന്തയിൽ നെറ്റിൽ അവൈലബിൾ ആണ്. അദ്ദേഹം സെപ്റ്റംബർ 11 പഴയ ട്വിൻ ടവർ പ്രോബ്ലം ഉണ്ടായല്ലോ, 2 വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് കളഞ്ഞ ആ സെപ്റ്റംബർ 11 മീറ്റിങ്ങിൻ്റെ, അല്ലെങ്കിൽ ആ സെപ്റ്റംബർ 11 നടക്കുന്ന സമയത്ത് ഈ ടൈംസ് സ്ക്വയർ ചർച്ച് ഇതിനോട് ചേർന്നുള്ളൊരു സഭയാണ്. അപ്പോൾ ചില നാളുകൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് ഡേവിഡ് വിൽക്കേഴ്സണോട് പറഞ്ഞിരുന്നു, ന്യൂയോർക്കിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു, അതിനുവേണ്ടി നീയെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ടൈംസ് സ്ക്വയർ ചർച്ചിലെ 10-20,000 മെമ്പേഴ്സുള്ള ചർച്ചാണത്. അന്നും 10-15,000 മെമ്പേഴ്സ് ഉണ്ട് ആ ചർച്ചിൽ.
ഈ ചർച്ചിലെ ആളുകളെല്ലാം രാവിലെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു. ഈവൻ ഈ സെപ്റ്റംബർ 11 രാവിലെയും ഈ ടൈംസ് സ്ക്വയർ ചർച്ചിലെ ആളുകൾ ന്യൂയോർക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഈ ആളുകളുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ആദ്യം ഓടിക്കൂടിയ സിവിലിയൻസ് എന്ന് പറയുന്നത് ഈ ടൈംസ് സ്ക്വയർ ചർച്ചിലെ ബിലീവേഴ്സാണ്. കാരണം മറ്റുള്ളവരൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവർ നേരെ ക്ലോസിലാണ്. അത് തന്നെയല്ല, അവർ ഫ്രീ ആണ്, ഒരു ഓഫീസിലൊന്നും അല്ലായിരുന്നു, അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടിയ ആയ ജനങ്ങളാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത സിവിലിയൻസ് എന്ന് പറയുന്നത് ഡേവിഡ് വിൽക്കേഴ്സന്റെ ടൈംസ് സ്ക്വയർ ചർച്ചിലെ വിശ്വാസികളാണ്. കാരണം അവർ ചില ആഴ്ചകളായിട്ട് ന്യൂയോർക്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തിന്റെ പേരിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഡേവിഡ് വിൽക്കേഴ്സൺ 1994 ഒരു പ്രവചനം നടത്തി. അതായത് ന്യൂയോർക്ക് പട്ടണം തീയിൽ അകപ്പെടുന്നതായിട്ടുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ഒരു പ്രവചനം, ന്യൂയോർക്ക് പട്ടണം, ഐ ഹാവ് സീൻ ദാറ്റ് ദ ന്യൂയോർക്ക് സിറ്റി ഈസ് ഓൺ ഫയർ. അപ്പം അത് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത് ടെലിവിഷനിലും മറ്റുള്ള പുസ്തകങ്ങളിലും എല്ലാം അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം നന്നായിട്ട്. അപ്പോൾ ഈ ട്വിൻ ടവർ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ കത്തി അമർന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം യൂട്യൂബിലല്ല, അദ്ദേഹത്തിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ടൈംസ് സ്ക്വയർ ചർച്ചിന്റെ വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. ഞാൻ ആ പ്രസംഗം കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ഭാഷയാണ് ഈ ദുരന്തം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ മേൽ ദൈവത്തിന് ഇടപെടാൻ ധാരാളം പ്രവാചകന്മാരെ ദൈവം അയച്ചു കൊടുത്തു. പക്ഷെ അമേരിക്ക അവരുടെ ടെക്നോളജിയിലും മറ്റും അഹങ്കാരികളായിട്ട് അവരൊരിക്കലും ദൈവത്തിന് മുമ്പിൽ താഴ്ത്തി കൊടുത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അവരുടെ ഡോളറിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ആശ്രയം ഇന്ന് ആ ദൈവത്തിലല്ല, പ്രത്യുത ഇത് എഴുതിയ ഡോളറിലാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് അദ്ദേഹം അമേരിക്കനാണ്. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് നമ്മുടെ കറൻസി നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ പിതാക്കന്മാരുടെ ട്രസ്റ്റ് പോലെ ഇന്ന് നമ്മുടെ ട്രസ്റ്റ് ആ ദൈവത്തിലല്ല, പ്രത്യുത ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡോളറിലാണ് നമ്മുടെ ട്രസ്റ്റ്. അതുകൊണ്ട് ദൈവത്തിന് ന്യൂയോർക്കിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് സംസാരിക്കാൻ ഒരു ഭാഷ ആവശ്യമായിരുന്നു. പ്രവാചകന്മാരുടെ വാക്കുകളെ കേൾക്കാഞ്ഞതുകൊണ്ട് ദൈവം അമേരിക്കയുടെ മനസ്സിനെ തൊട്ടുണർത്താൻ ഒരു ദുരന്തം അയക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനെപ്പറ്റിയാണോ 1994 അങ്ങ് പ്രവചിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമല്ല. വരാൻ പോകുന്ന ആ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഇത് വെറും ഒരു കുട്ടിക്കളി മാത്രമാണ്.